പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. വേറെയൊന്നും അല്ല, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തെറിയുടെ മുന്നിൽ, തെറി മാത്രമല്ല പ്രാക്ക്, അതുപോലെ തുപ്പല്, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതും ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധനം പാറ്റിയിട്ട് എറിയുകയും ചെയ്യും. അതുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അതും ഉണ്ടാവും. അതായത് ഒരാളെ തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഇത്രയും പബ്ലിക്കായിട്ട് ഈ പബ്ലിക്കലായിട്ട് വിളിച്ചിട്ട് അതിർത്ത് പുറത്തിടുകയും കൂടി ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് എന്താ പറയുക, ഇത് ഞങ്ങളുടെ ഇടയിൽ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴെന്താണ്, ഇപ്പോഴും ഇതൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുക. ആരാ പുറത്തിട്ടത്? ഇവരുടെ ആൾക്കാർ തന്നെയാണ്, ഇവരുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് ലാലേട്ടനും മമ്മൂട്ടി ഇറങ്ങിയിട്ട് മറ്റേ ഇതുണ്ടല്ലോ ചാട്ടവാർ എടുത്തിട്ട് ഇങ്ങനെയുള്ള ടീമിനെ ഒഴിവാക്കി വിടറോ? എന്തിനാണോ ഇങ്ങനെ സ്വയം നാറുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഭയങ്കര മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് വർത്താനം പറയാൻ കഴിയോ? അതായത് നമ്മൾ പ്രാക്കായാലും ഈ എന്താ പറയുക ദേഷ്യമായാലും പലതവണ കാണിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു പ്രാക്ക് ഈ നീന കുറുപ്പ ആരോ എന്തോ ചെയ്തു പോലും ചെയ്തിട്ടില്ല പോലും, അല്ല പറഞ്ഞിട്ടില്ല പോലും. നമ്മൾ പറയുന്നതിന് ഒരു അടിസ്ഥാനം വേണ്ടി. ഇവരൊക്കെ സിനിമാ താരങ്ങൾ തന്നെയാണോ? ഇതെന്ന് പറയുന്നത് ശരിക്ക് ഞാൻ വേറെ ഒരാളെയും പറയുന്നില്ല. ചില ആൾക്കാർ ഇടുന്ന പറയും മീൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റേവർ പറയും. അവരൊന്നും ഇങ്ങനെ പറയില്ല. ഒരു മീൻ മാർക്കറ്റുകാരും ഇങ്ങനെ പറയില്ല, ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ കേൾക്കത്തില്ല. ഇത് എന്ന് പറയുന്ന ശരിക്ക് അതായത് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു നടി, അവർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു സംസ്കാരം തന്നെ അതാണെന്ന് അവർ തെളിയിച്ചു. അത്രയേ ഉള്ളൂ. സംസ്കാരം അതാണെന്ന് തെളിയിച്ചു. അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരു ഗ്രൂപ്പിൽ 15-20 മിനിറ്റ് പറയണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്മാർക്ക് കഴിയില്ല. ഇപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നത്, എന്നെ കൊണ്ട് കഴിയില്ല. നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മൾ ആ ഒരു സംസ്കാരത്തിൽ വളർന്നിട്ടില്ല. ഇവരൊക്കെ വന്ന് വലിയ വായിൽ വന്നിട്ട് കുലസ്ത്രീ പരിവേഷമാണ്. ഇതാണ് കുലസ്ത്രീ എങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇത് കുലസ്ത്രീയാണ്. ഈ തുപ്പുക, അതായത് പബ്ലിക്കായിട്ട് തുപ്പുക. നിങ്ങൾ കണ്ടല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പബ്ലിക്കായിട്ട് തുപ്പുന്നത് വരെ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഇവര് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ, ഞാൻ വലിയ ജാട സ്ത്രീയാണ്, കുലസ്ത്രീയാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സത്യം പറയാലോ, ഈ സ്ത്രീ ഇവരെയും കൊണ്ട് നിങ്ങൾ നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ നിങ്ങളുടെ സംഘടനയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കേണ്ടിയിരുന്നു. എനിക്ക് പറയാലോ, ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് മറ്റാരോ ഉണ്ട്. ഇവരെ കൊണ്ട് അത് പറയിക്കുക തന്നെയാണ്. കാരണം ഇവരെ കൊണ്ടേ അത് ചെയ്യാൻ കഴിയുള്ളൂ. വേറൊരു നടീനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചെയ്യിച്ചൊരു പണി തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എന്താ പറയേണ്ടത്, ലക്ഷ്മിപ്രിയ ഇത് ഒറ്റയ്ക്ക് പറയുന്നൊന്നല്ല, അവരെ കൊണ്ട് ആരോ പറയിച്ചു. കാരണം അവർക്ക് ഇതിനുള്ള ഒരു ടാലന്റ് ഉണ്ട്. അപ്പൊ ഈ ടാലന്റ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സിനിമയിൽ വന്നതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഇവരെ കൂടി അഭിനയിച്ച് മോഹൻലാൽ ആയി കഴിഞ്ഞാൽ ഇവര് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല, ഇല്ല. ഭയങ്കര ഇതാണ്. അതായത് പണ്ടേതോ ഒരു സിനിമയില് മറ്റേ എന്താ പറയുക ഈ സീനിയേഴ്സ് എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടീച്ചർ ഒരു ഇതുണ്ട്. അതിൻ്റെ അകത്ത് മറ്റേ ഈ മനോജ് കെ ജയനോ ബിജു മേനോനോ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുമ്പോൾ എൻ്റെ പൊക്കിൽ കൂടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമെല്ലാം ഉണ്ടായിരുന്നു. അല്ല അവരല്ല, അവർ കാണിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ ആ കാണിക്കൊന്നും വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഈ വർത്താനത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ നിങ്ങളെ എങ്ങനെയുള്ളൊരു മനുഷ്യന്മാരാണെന്നില്ല എല്ലാം ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളൊന്ന് പറയുന്ന പോലെയല്ല ഈ കുലസ്ത്രീ എന്ന് പറയുന്ന പരിവേഷം തന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു അഭിനയമാണ്. ഈ കുലസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനയമാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഭയങ്കര ഭക്തിയോടുകൂടി നടക്കുന്ന, അല്ലെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാനൊരു സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന കുറുപ്പാണ് ഭയങ്കര ഒരു സംഭവമായി നടക്കുന്നത്. നീന കുറുപ്പിനോട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് അതിനെക്കാട്ടിയും കൂടുതൽ സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് സൗന്ദര്യമാണ്, എന്ത് അഭിനയമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഒരു നടി മറ്റൊരു നടിയോട് ചോദിക്കുകയാണ്. ഇപ്പൊ പിള്ള എന്ന് പറയുന്ന അല്ലെ നീന കുറുപ്പിന്റെ അഭിനയം അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ അവർ അതിനുള്ള മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ അതിനനുസരിച്ചുള്ള അഭിനയമേ കാഴ്ചവെച്ചിട്ടുള്ളൂ. അതായത് മമ്മൂട്ടിയുടെ നായികയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ അവരൊരു വലിയ സംഭവം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അവര് നായികയായിട്ട് അഭിനയിച്ചു. ആ ഒരു സിനിമ അത് കഴിഞ്ഞതിന് ശേഷം സൈഡ് റോളിൽ അഭിനയിച്ചു. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് നടിയാണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ, അതൊക്കെ സിനിമേൻ്റെ ഉള്ളിലുള്ള പുഴുക്കുത്താണ് മൊത്തത്തിൽ. ഇപ്പം നീന പിള്ളി ആയി കഴിഞ്ഞാലും മറ്റേവരെ നീന കുറുപ്പായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കുത്തുകളാണ്. അത് ഈ സിനിമാ സംഘടന മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായത്. അതായത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ പത്മഭൂഷണും അതുപോലെ ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെയുള്ള ടീമിന്റെ കൂടെയാണോ സംഘടനയിൽ ഇരിക്കുന്നത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. പുറത്താക്കണം മിസ്റ്റർ, പുറത്താക്കണം. എന്തിന് ഇതുപോലെയുള്ള
പബ്ലിക്കായിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയുന്ന, അല്ലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവരുടെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരിങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞാന്നാ പറയുന്നത്. അപ്പൊ പബ്ലിക്കായിട്ട് ഇവരെ ഇനി ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീനെ ചിലപ്പോൾ ഒന്നും ചെയ്യുവര്. അപ്പൊ അതുപോലെയാണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും മോശമായിട്ട് ഒരു സംഘടനയിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടാണ് ഈ സംഘടനയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് മോഹൻലാലും മമ്മൂട്ടി ഇടപെട്ടിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വളരെ മോശമല്ലേ? എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, എതിർവശത്തിരിക്കുന്ന ആള് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലി. കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ ആർക്കും പടവില്ല, ഒരാൾക്ക് പോലും മര്യാദക്കുള്ള പടങ്ങളില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരൊക്കെ സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവരും. ഉള്ള കാര്യം എന്താ പറയുന്നതിന് നമുക്കറിയാലോ. കാരണം ഒരു പടത്തിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലതെന്ന് പറഞ്ഞാൽ സീരിയലാണ്. ഇപ്പം അതിനും ഡിമാൻഡ് ഇല്ല. അതായത് സീരിയലിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവിടെയും ശമ്പളം കുറച്ചു എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഈ പറയുന്ന ശമ്പളത്തിൽ അവിടെ ആൾക്കാർ വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വേറെ ആൾക്കാരുണ്ട്, അതിന് ആ ശമ്പളത്തിന് എടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഈ സിനിമാ മേഖലയും സീരിയൽ മേഖലയും ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര തട്ടാണ്. എന്നാൽ വേറെ ജോലിക്ക് പോകത്തുമില്ല. ഇതുപോലെ പരദൂഷണമായിട്ടും ഇങ്ങനെയായിട്ടും കുറെ പറഞ്ഞു നിൽക്കുന്നതല്ലാതെ ഇവരൊന്നും വേറെ ജോലിക്കും പോകത്തില്ല, ഒരു തേങ്ങാക്കൊലക്കും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കി ഇടപെട്ടിട്ട് ഇവരുടെ എന്തെങ്കിലും പെൻഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് ഇവരെ വീട്ടിലിരുത്തോവേണ്ടത്. മനസ്സിലാക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവർ ബാൻ ചെയ്യൽ ഭയങ്കര പ്രശ്നങ്ങളും ഇതൊക്കെയാണല്ലോ. എന്തുകൊണ്ടാ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ ഇവർ ഒരു അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാ? അപ്പൊ എല്ലാവരുടെയും മൗനാനുവാദമാണോ ഇതിന് പിന്നില്? അല്ല കുലസ്ത്രീ പരിവേഷം എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പുന്നതായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുന്നതായാലും എല്ലാവരും മിടുക്കി തന്നെയാണ്. ഇതിനിടയ്ക്ക് വെറുതെ ആവശ്യമില്ലാത്തൊരു കഥ ഒന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഞാൻ മതം മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അതൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല. കാരണം അതൊന്നും ആർക്കും കേൾക്കാൻ വേണ്ട. ഇവര് മതം മാറിയെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഈ കുലസ്ത്രീ എന്ന് പറയുന്ന ഇവര് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവര്, അതായത് മറ്റുള്ളവരെ പുച്ഛത്തോടു കൂടി കാണുന്നവര് ഇന്നലെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എത്ര മോശമായ വാക്കുകളാണ്. ഇനി എന്തിന്റെ പേരിലായി കഴിഞ്ഞാലും ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? ഇത്രയും കൃത്യമായിട്ടൊരു 10-15 മിനിറ്റ് പറയണമെങ്കിൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മോശമായിട്ടുള്ള മാനസികാവസ്ഥയായിരിക്കും അവരങ്ങനെ പറയണമെങ്കിൽ. നമുക്കെല്ലാവർക്കും ഒരാളോട് ദേഷ്യം ഉണ്ടാകും എന്ന് കരുതിയിട്ട് നമ്മൾ വായിൽ തോന്നുന്ന വിളിച്ചു പറയോ? ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കേസെടുത്തിട്ട് ഇതിനൊക്കെ ഉള്ളിലിടേണ്ടതാണ്. അതാ വേണ്ടത്, കേസെടുക്കണം ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇവരുടെ സംഘടനക്കുള്ളിലുള്ള പുഴുക്കുത്തുകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ അമ്മ സംഘടന എന്നുള്ള പേരേ ഉള്ളൂ. അമ്മയിൽ തമ്മിലടിയാണ്. അമ്മയിൽ തമ്മിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടി തന്നെയാണ്. അതാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്, അല്ലാതെ വേറൊരു തേങ്ങാക്കോലിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ ഒന്നുകിലും പുറത്തെടുത്ത് കളയണം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വളരെ മോശം തന്നെയാണ്. നന്ദി, നമസ്കാരം. അഭിപ്രായം എഴുതിക്കോ.